Yes, welcome everyone. So welcome to Shadow Broadcasting Free Path IAS program. So last ക്ലാസ്സിൽ നമ്മൾ ഡെസിമലിനെ കുറിച്ച് പഠിച്ചു അല്ലേ? സോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? 2.1233 ഇതിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാമെന്നാണ് പഠിക്കാൻ പോയത് അല്ലേ? സോ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ അഡീഷനെ കുറിച്ച് നോക്കാം. ഡെസിമൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 + 2.12 എഴുതി. 2 + 2.12. സോ എനിക്കിങ്ങനെ എഴുതാം 2 + 2.12. ഇവിടെ എനിക്ക് 2-ന് ശേഷം നമ്പർ ഇല്ല, പക്ഷേ ഇവിടെ 2-ന് ശേഷം എനിക്ക് 1 2 ഉണ്ട്. സോ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 0 0 ഇടാം. കാരണം 2.00 എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത സമയത്ത് എനിക്ക് 2 + 0 2, 2 + 1 1. ഡെസിമൽ ഇടുന്നത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഡെസിമലിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. ഡെസിമൽ ഇട്ടു 2 + 2 4. സോ എനിക്ക് എന്തെഴുതാം? 2 + 2.00 + 2.12 ഈസ് 4.12 എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ? സോ ആ സെയിം അപ്രോച്ചാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ 2.1233 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഞാൻ ഇതിനെ 2 + എനിക്ക് 0.12നെ 0.12 എന്ന് എഴുതാലോ. 3 3 3 ഇങ്ങനെ പോകുന്നു. ഓക്കെ, എനിക്കിനി ഇതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യും? 2 + എനിക്കിതിനെ 0.12 + ഞാൻ ഇവിടുന്ന് 12 അങ്ങ് എടുത്തു അല്ല, ഇവിടുന്ന് ഞാൻ 12 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 0.12 പോയല്ലോ. 12 പോയി കഴിഞ്ഞാൽ അവിടെ എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു? 2 0 ഇട്ടു. ദെൻ 3 3 ഇങ്ങനെ പോകും. സോ ഇതാണ് ആക്ച്വലി റെപ്രസെൻറ്റേഷൻ. എങ്ങനെ എനിക്ക് ഈ 1 2 പോയപ്പോൾ ഇവിടെ 0 വന്നത്? കാരണം 1 2 പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്പർ ഇല്ല എങ്കിൽ അവിടെ ഞാൻ 0 വെച്ച് ഫില്ല് ചെയ്യണം. സോ 1 2 പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 നമ്പേഴ്സിന് പകരം 2 0 കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? 2 + 0.12നെ എനിക്ക് 2.12 എന്ന് എഴുതി കൂടെ? 2.12 + 0.0033 എക്സെട്ര. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എങ്ങനെ ഈ ഡെസിമലൊക്കെ ഒഴിവാക്കാം. എനിക്കിവിടുന്ന് 2 ഡെസിമൽ ഒഴിവാക്കണം. കാരണം ഈ ഡെസിമലിന് എനിക്ക് നേരെ ഇപ്പുറത്ത് എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ 2.12നെ ഞാൻ എന്ത് ചെയ്യുന്നു? 212 എന്ന് എഴുതുന്നു. ഡിവൈഡഡ് ബൈ ഞാൻ 2 ഡെസിമൽ പോയിൻ്റ് കളഞ്ഞു. അതിനർത്ഥം ഞാൻ എന്ത് ചെയ്യണം? 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. 2 ഡെസിമൽ പോയിൻ്റാണ്. 212ൽ നിന്ന് 2 ഡെസിമൽ പോയിൻ്റ് കളഞ്ഞ് എത്രയാക്കി? 212 ആക്കി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതുപോലെ എനിക്കിവിടുന്ന് ഈ 0 വേണ്ട. എനിക്ക് 3 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. 0.3 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് 2 0 കളയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 0.3 ഡിവൈഡഡ് ബൈ 100 എന്നും എഴുതി. എന്തെഴുതി? 0.3 നമുക്ക് വേണമെങ്കിൽ 0.3 ബാർ എന്ന് എഴുതാം, ബൈ 100 എന്ന് എഴുതി അല്ലേ? ഇതിനെ ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുന്നു. ഇതിനെ ഒന്നും ചെയ്യണ്ട. 212/100 പ്ലസ് എനിക്കിതിനെ 1/100 ഇൻറ്റു 0.3 ബാർ എന്ന് എഴുതാമല്ലോ അല്ലേ? 1/100 ഇൻറ്റു 0.3 ബാർ എന്ന് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ എഴുതി. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയേ, 212/100 പ്ലസ് ഇവിടെ 1/100 നമ്മൾ പുറത്തിട്ടു. 0.3 ബാറിനെ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഡെസിമൽ പോയിന്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഡെസിമൽ പോയിന്റ് അതുപോലെ എഴുതുക. 3 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ആയതുകൊണ്ട് 9 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 212/100 പ്ലസ് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3/900 എന്ന് എഴുതാം. എനിക്കിനി എന്തെടുത്താൽ മതി? ഇവിടെ LCM എടുത്താൽ മതി, വിച്ച് ഈസ് 212/100 പ്ലസ് എനിക്കിതിനെ ക്യാൻസൽ ചെയ്യാലോ. 3 and 900 1/300 എന്ന് എഴുതാം. സോ എനിക്കിതിനെ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? LCM എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് 617/100
300 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും? 617/300. ഇതാണ് ആക്ച്വലി എന്ത്? ദ ഫ്രാക്ഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, 617/100. സോ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് 2 + 0.123 റിപ്പീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറിനെ ഒഴിവാക്കണം, മാറ്റണം അല്ലേ? കാരണം എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിന് മാത്രം എടുക്കുക, റിപ്പീറ്റ് ചെയ്യാത്തതിനെ എല്ലാം ഒരുമിച്ചാക്കണം. സോ ഈ 1 2 റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിനെ ഞാൻ ഈ 2ൻ്റെ ഒപ്പം കൊണ്ടുവരണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ വീണ്ടും ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. 0.12 പ്ലസ് ഈ 12 ഇവിടുന്ന് പോയി, അതിനെ ഞാൻ 0 വെച്ച് ഫില്ല് ചെയ്തു. 0.003 റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ഇവരെ രണ്ടുപേരോടെ ഞാൻ ആഡ് ചെയ്തു, 2.12 കിട്ടി അല്ലേ? പ്ലസ് 0.00333. എനിക്കിനി ആവശ്യമില്ലാത്ത ഡെസിമലൊക്കെ ഒഴിവാക്കണം. 2.12 അതിൻ്റെ ഡെസിമൽ ഞാൻ ഒഴിവാക്കുന്നു. എങ്ങനെ ഒഴിവാക്കും? സിമ്പിളാണ്, 2 ഡെസിമൽ ഞാൻ കളയണം, അപ്പോൾ 100 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ 212/100. ഇവിടുന്ന് എനിക്ക് ഈ 0 ഒഴിവാക്കണം, 2 പൊസിഷനാണ്, അതും കളയണം. അപ്പോൾ എനിക്കതിനെ 0.3 പൊസിഷൻ ആയതുകൊണ്ട് 100 എന്ന് എഴുതി. ഇനി ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? ഈ 3 എനിക്ക് എങ്ങനെ എഴുതാം? 3/9 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി എന്ത് ചെയ്യുന്നു? 212/100 പ്ലസ് 3/900. 3/900 എനിക്ക് വീണ്ടും ക്യാൻസൽ ചെയ്ത് 1/300 എന്ന് എഴുതാം. അവസാനം LC എടുത്തു, ഗോട്ട് ദ ആൻസർ ആസ് 617/300. This is a representation of what? Yes, 2.12333 into എന്ത്? Yes, എന്ത്? In the form of fraction. Okay, yes. ഇനി നമുക്ക് അടുത്ത ഒരു നമ്പറിലേക്ക് പോകാം. സോ നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെ പഠിച്ചു? ഡെസിമൽ നമ്പേഴ്സ് പഠിച്ചു, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഫ്രാക്ഷൻ. അടുത്തതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, വാട്ട് വി കോൾ ഇറ്റ് ആസ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എ നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് P/Q. P/Qയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. വേർ P and Q ആർ ഇൻറ്റിജേഴ്സ്. P and Q എന്താണ്? ഇൻറ്റിജേഴ്സ്. കോമ നമുക്ക് P and Q ആർ ഇൻറ്റിജേഴ്സ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഹിയർ. അവരെന്താണ്? അവർ ഇൻറ്റിജേഴ്സ് ആണ്. Again, condition Q not equal to 0, denominator 0 ആകാൻ പാടില്ല, Q not equal to 0. So rational numbers are numbers which can be represented in the form of P/Q, where P and Q are integers and Q is not equal to 0. ഇത് നമ്മൾ ഫ്രാക്ഷനും ഇതുപോലൊരു റെപ്രസെൻറ്റേഷനാണ് പഠിച്ചത്, അല്ലെ? A/B. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാലും ഇവർ തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലേ? ഇപ്പോൾ വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫ്രാക്ഷൻ മാത്രം പഠിച്ചാൽ പോരെ. എന്തിനാണ് റാഷണൽ നമ്പർ എന്നൊരു കാര്യം പഠിച്ചത്? ദ റീസൺ ഈസ് ഫ്രാക്ഷൻ എപ്പോഴും 0 അല്ലെങ്കിൽ പോസിറ്റീവാണ്. ഇപ്പം നെഗറ്റീവ് ആയാലും എന്ത് ചെയ്യും? നമുക്ക് നെഗറ്റീവ് ഫ്രാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിസ്സ -2/3 ഡിവൈഡ് ചെയ്ത് തരുമോ ആരെങ്കിലും? ഇല്ല, മാക്സിമം 0യിൽ കുറയാൻ പാടില്ലല്ലോ, പാർട്ട് ഓഫ് എ ഹോൾ അല്ലേ. ഒരു കേക്ക് നിങ്ങൾക്ക് -2/3 പാർട്ടായിട്ട് തരാൻ പറ്റുമോ? ഇല്ല. സോ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവായി പോയി. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് ഒരു നമ്പർ സിസ്റ്റം വേണം. അങ്ങനെയാണ് റാഷണൽ നമ്പർ എന്നുള്ള ടോപ്പിക്കിലേക്ക് എത്തുന്നത്. സോ റാഷണൽ നമ്പേഴ്സിൽ നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, 0 ആകാം. എക്സാമ്പിൾ -2/3, 3/4, 7, 0, 7/4. ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പർ ആണ് അല്ലേ? ഇവരെല്ലാം എന്താണ്? റാഷണൽ നമ്പർ ആണ്. സോ യു ക്യാൻ സീ നെഗറ്റീവ് ബിക്കോസ് ഇൻറ്റീജർ ആണ്. P and Q ആർ ഇൻറ്റീജേഴ്സ്. Pക്ക് നെഗറ്റീവ് വാല്യൂ എടുക്കാം, Qനും നെഗറ്റീവ് വാല്യൂസ് എടുക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ്, റൈറ്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റും. അതാണ് റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത. Now coming back to the question, yes. Now ഇവർ നോക്കിയേ, ഇതൊരു നാച്ചുറൽ നമ്പർ ആണല്ലേ, അതിന് ഞാൻ റാഷണൽ നമ്പർ എഴുതി. സോ ഐ ക്യാൻ സേ ദാറ്റ് എവരി നാച്ചുറൽ നമ്പർ ബിലോങ്സ് ടു എ റാഷണൽ നമ്പർ. ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അവരെവിടെ ഉണ്ട്? റാഷണൽ നമ്പേഴ്സിലുണ്ട്. എവരി ഹോൾ നമ്പർ ബിലോങ്സ് ടു എ റാഷണൽ നമ്പർ. എവരി ഇൻറ്റിജേഴ്സ് ബിലോങ്സ് ടു എ റാഷണൽ നമ്പർ. എവരി ഫ്രാക്ഷൻസ് ബിലോങ്സ് ടു എ റാഷണൽ നമ്പർ. പക്ഷേ തിരിച്ച് പറയാൻ പറ്റില്ല. എല്ലാ റാഷണൽ നമ്പറും ഇൻറ്റിജർ ആണോ? അല്ല. എല്ലാ റാഷണൽ നമ്പറും ഹോൾ നമ്പർ ആണോ? അല്ല.
ഓക്കെ, സോ ഒരിക്കലും തിരിച്ച് പറയാൻ പറ്റില്ല. എനിക്ക് എങ്ങനെ പറയാം? എല്ലാ ഫ്രാക്ഷൻസും റാഷണൽ നമ്പർ ആണ്. പക്ഷേ എല്ലാ റാഷണൽ നമ്പറും ഫ്രാക്ഷൻസ് ആണോ? അല്ല. എല്ലാ റാഷണൽ നമ്പറും എന്തല്ല? ഫ്രാക്ഷൻസ് അല്ല. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിളാണിത്. 0 ഒരു ഹോൾ നമ്പറാണ്. സോ 0 ഈസ് എ റാഷണൽ നമ്പർ. പക്ഷേ ഞാൻ ഒരു റാഷണൽ നമ്പർ 7/4 എടുത്തിട്ട് എനിക്കത് ഹോൾ നമ്പർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സ്, ഇതുവരെ പഠിച്ച എല്ലാ നമ്പർ സിസ്റ്റവും ആറിന് അണ്ടറിൽ വരുന്നുണ്ട്, റാഷണൽ നമ്പേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇനിയും ഡെസിമലിൽ നമ്മൾ ടെർമിനേറ്റിംഗ് പഠിച്ചു. എല്ലാ ടെർമിനേറ്റിംഗ് ഡെസിമലും റാഷണലാണ്. എല്ലാ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്ങും റാഷണലാണ്. എല്ലാ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്സ്, ഫോർ എക്സാമ്പിൾ 1.333, 1.6767, ഇവരെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. പക്ഷേ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്, വീണ്ടും നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്, അവരെന്തല്ല? അവർ റാഷണൽ അല്ല. നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഇറാഷണൽ ആണ്. We call them as irrational numbers. So in the next topic, irrational numbers. Irrational numbers എന്ന് പറഞ്ഞാൽ നമുക്ക് p/qയിൽ എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡെസിമൽ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മുമ്പേ എഴുതി 0.1, 0.11, 0.111, 0.1111, 1.011, ഇതൊക്കെ എന്താണ്? എവിടെയെങ്കിലും ഒരു സെറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് റിപ്പീറ്റീഷൻ ആണ് സെറ്റ് പോകുന്നത്. ആൻഡ് യു ക്യാൻ സീ ഹിയർ, ഇതെന്താണ്? ഒരു ഇറാഷണൽ നമ്പറാണ്. ഇവരെന്താണ്? ഇറാഷണൽ. ഇവരെ p/qയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവരെ p/qയിൽ എഴുതാൻ പറ്റില്ല. അനദർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് √2 ഈസ് ആൻ എക്സാമ്പിൾ. ഈ റൂട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ ഇറാഷണൽ ആണ്. √2, √3, √5. ഇനി അടുത്ത് ചോദിക്കും √4ഓ? √4 ഇറാഷണൽ അല്ല. കാരണം √4 എന്ന് പറയുന്നത് 2 ആണ്. 2 ഒരു റാഷണൽ. സോ എല്ലാത്തിനും റൂട്ട് ഉണ്ടെങ്കിൽ അത് റാഷണൽ ആകുമോ? ഇല്ല. നമ്മൾ സ്ക്വയർ പഠിക്കുമ്പം ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽഡ് ഫോർമാറ്റിലേക്ക് പോകും. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒരിക്കലും ഇറാഷണൽ അല്ല. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എപ്പോഴും റാഷണൽ ആണ്. ഓക്കെ, റൂട്ട് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എപ്പോഴും റാഷണൽ ആണ്. സോ √5, ദെൻ √7 അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഓഡ് നമ്പേഴ്സ് എടുത്താൽ അവരെപ്പോഴും ഇറാഷണലേ ആകുള്ളൂ. റൂട്ട് ഓഫ് ഓഡ് നമ്പേഴ്സ്. ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നമ്പർ ഉണ്ട്, പൈ. പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഓക്കെ, പൈ എന്താണ്? പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സോ ഒരു ഡെസിമൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ആണെങ്കിൽ അതെന്താണത്? ഇറാഷണൽ ആണ്. ഇറ്റ് ബിലോങ്സ് ടു ദ ഏത്? ഇറാഷണൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നു. ഏതൊക്കെ? റാഷണൽ, ഇറാഷണൽ, ഇവരെല്ലാവരും കൂടെ കൂടിച്ചേരുന്ന നമ്പർ സിസ്റ്റത്തിന് പറയുന്നതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇറാഷണൽ. റാഷണലും ഇറാഷണലും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിയൽ നമ്പേഴ്സ്. സോ റിയൽ നമ്പേഴ്സ് എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി പ്ലോട്ട് ഓൺ എ നമ്പർ ലൈൻ. ഒരു നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അതെന്താണ്? റിയൽ നമ്പേഴ്സ്. ഇമാജിനറി നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇമാജിനറി നമ്പേഴ്സ് ഇല്ല പഠിക്കാൻ, നമ്മുടെ സിലബസിലേ ഇല്ല, നമുക്ക് വേണ്ട അത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഫോക്കസ് ചെയ്താൽ മതി. ഇതിനകത്തിൽ ഈ ഒരു നമ്പർ വേണ്ടതാനും. ഇറാഷണൽ നമുക്ക് എന്ത് ചെയ്യാറില്ല? CSAT അങ്ങനെ ചോദിക്കാറില്ല. സോ ഇറാഷണൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട? അത്ര അങ്ങോട്ട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വി ലേൺഡ് അബൌട്ട് ഡെസിമൽ, then how to write decimal numbers, that is recurring decimal numbers, into a fraction or into a rational number. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം വരുന്നത്. Convert this number, for example, convert 1.343434 into fraction എന്ന് പറയണമെന്നില്ല. into rational number എന്ന് പറഞ്ഞാലും സെയിം അപ്രോച്ച് തന്നെ. എന്തായിരുന്നു അപ്രോച്ച്? 1 +
ഇവിടെ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു? 2 നമ്പർ 3, 4 മാത്രം റിപ്പീറ്റ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 99. എങ്ങനെ എഴുതണം? 34 33 ആകും, ഒരു 1 മുമ്പിലിടുന്നു, ഡിവൈഡഡ് ബൈ 99 അല്ലേ? എന്താകുന്നു? 133/99. ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റെക്കറിംഗ് ഡെസിമൽ ഇൻറ്റു എ ഫ്രാക്ഷൻ അല്ലെങ്കിൽ റാഷണൽ നമ്പർ. Okay, so that's all about today's session. Next class we will do the most important topic of this chapter, that is expansion and digits. Okay, so that's all for today. Thank you all.